ഹായ് എല്ലാവർക്കും CC ലാബിലേക്ക് സ്വാഗതം. CC ലാബിലെ ഇനിയുള്ള ക്ലാസ്സുകളിൽ നാം പഠിക്കാൻ പോകുന്നത് ഷേഡിങ്ങിനെ കുറിച്ചിട്ടാണ്. ഷേഡിങ്ങിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായിട്ട് ഷേഡിങ്ങിന് ഉപയോഗിക്കുന്ന ഏറ്റവും അടിസ്ഥാന ടൂളായിട്ടുള്ള പെൻസിലിനെയാണ് ഈ ക്ലാസ്സിൽ പരിചയപ്പെടുന്നത്. എങ്ങനെയാണ് പെൻസിൽ നിർമ്മിക്കുന്നത്, ഏതൊക്കെ തരം ഗ്രേഡിലുള്ള പെൻസിലുകളാണ് ഉള്ളത്, ഷേഡിങ്ങിന് ഏറ്റവും കംഫർട്ടായിട്ടുള്ള പെൻസിലുകൾ ഏതൊക്കെയാണ് തുടങ്ങിയ പെൻസിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത്. പെൻസിൽ എന്ന് പറയുന്നത് ഗ്രാഫൈറ്റിൻ്റെ നേരിയ സ്റ്റിക്കുകൾ വുഡൻ കേസിനകത്താക്കിയിട്ടുള്ളതാണ്. എഴുതാനും വരയ്ക്കാനും ഏറ്റവും കംഫർട്ടായിട്ടുള്ളൊരു ടൂളാണ് പെൻസിൽ എന്ന് പറയുന്നത്. ഗ്രാഫൈറ്റ് കാർബണിൻ്റെ ഒരു ക്രിസ്റ്റലൈൻ ഫോമാണ്. ഡാർക്ക് ഗ്രേ കളറുള്ള ഒരു തിളക്കമുള്ള വസ്തുവാണ് ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത്. പെൻസിലുമായി ബന്ധപ്പെട്ട ഒരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് പെൻസിൽ ഉണ്ടാക്കുന്നത് ലെഡ് കൊണ്ടാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. അങ്ങനെയൊരു തെറ്റിദ്ധാരണ വരാൻ കാരണം പുരാതന റോമാക്കാർ എഴുതാൻ ഉപയോഗിച്ച ഉപകരണത്തിൻ്റെ പേര് സ്റ്റൈലസ് എന്നായിരുന്നു. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നേരിയ പലകയുടെ മുകളിൽ വാക്സ് കോട്ടിങ് ചെയ്തതിൻ്റെ മുകളിലായിട്ട് നേരിയ ആണികൾ ഉപയോഗിച്ച് ഈ ആണി നിർമ്മിക്കുന്നത് ലെഡ് കൊണ്ടാണ്. ഷാർപ്പൺ ചെയ്ത ലെഡിൻ്റെ നേരിയ സ്റ്റിക്കുകൾ ഉപയോഗിച്ചിട്ടാണ് എഴുതിയിരുന്നത്. അതുകൊണ്ടായിരിക്കാം ആധുനിക കാലത്തും ഈ പെൻസിൽ നിർമ്മിക്കുന്നത് ലെഡ് കൊണ്ടാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ വരാൻ കാരണം. ലെഡ് ഹെവി ടോക്സിക് ആയിട്ടുള്ള ഒരു മെറ്റലാണ്. ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് ഒരു നോൺ ടോക്സിക് ആയിട്ടുള്ള വരയ്ക്കാനും എഴുതാനും ഏറ്റവും കൂടുതൽ കംഫർട്ട് ആയിട്ടുള്ള ഒരു വസ്തുവാണ്. പെൻസിലിനകത്തുള്ള ഗ്രാഫൈറ്റിൻ്റെ നേരിയ സ്റ്റിക്കുകൾ എങ്ങനെയാണ് നിർമ്മിക്കുന്നത്? ഗ്രാഫൈറ്റ് പൊടിച്ച് പൗഡറാക്കിയതിന് ശേഷം ക്ലേയുമായി മിക്സ് ചെയ്തു. അതിനുശേഷം നേരിയ സ്റ്റിക്കുകളാക്കി ചൂളയിൽ ചൂടാക്കിയതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള നേരിയ സ്റ്റിക്കുകളാക്കി മാറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രാഫൈറ്റിൽ ചേർത്തിരിക്കുന്ന ക്ലേയുടെ റേഷ്യോക്കനുസരിച്ചിട്ടായിരിക്കും പെൻസിലിൻ്റെ വ്യത്യസ്ത ഗ്രേഡുകൾ തീരുമാനിക്കുന്നത്, ഹാർഡ്നെസ്സും സോഫ്റ്റ്നെസ്സും തീരുമാനിക്കുന്നത്. ഇവിടെ ക്ലേയുടെ അനുപാതമാണ് കൂടുന്നതെങ്കിൽ പെൻസിൽ വളരെ ഹാർഡായിരിക്കും, വളരെ ലൈറ്റായിട്ട് മാത്രമേ പറ്റുകയുള്ളൂ. അതേസമയം ഗ്രാഫൈറ്റിൻ്റെ അനുപാതമാണ് കൂടുന്നതെങ്കിൽ പെൻസിൽ വളരെ സോഫ്റ്റ് ആയിരിക്കും, വളരെ ഡാർക്കായിട്ട് പറ്റുകയും ചെയ്യുന്നു. പെൻസിലിൽ ചേർത്തിരിക്കുന്ന ഗ്രാഫൈറ്റിൻ്റെയും ക്ലേയുടെയും വ്യത്യസ്ത റേഷ്യോക്കനുസരിച്ചിട്ടായിരിക്കും പെൻസിലിനെ വ്യത്യസ്ത ഗ്രേഡുകളാക്കി മാറ്റുന്നത്. അതുപോലെ ഒരു പെൻസിലിൻ്റെ ഏറ്റവും പിറകു വശത്തായിട്ട് സൈഡിലായിട്ട് ഒരു നമ്പർ കാണാൻ പറ്റും. ഇതിന് ആൽഫ ന്യൂമറിക് വാല്യൂ എന്ന് പറയും. ഒരക്ഷരവും ഒരു നമ്പറും ചേർന്നതാണ് ആൽഫ ന്യൂമറിക് വാല്യൂ. പെൻസിലുകളെ വ്യത്യസ്ത ഗ്രേഡുകളാക്കി ഒരു സ്കെയിലിലാക്കി മാറ്റിക്കഴിഞ്ഞാൽ ഇതുപോലെ കാണാം. ഇതിൻ്റെ മധ്യത്തിൽ കാണുന്ന പെൻസിലാണ് HB പെൻസിൽ. H എന്ന് പറയുന്നത് ഹാർഡ്, B എന്ന് പറയുന്നത് ബ്ലാക്ക്. HB പെൻസിലാണ് എഴുതാൻ ഏറ്റവും കൂടുതൽ കംഫർട്ടായിട്ടുള്ള പെൻസിൽ, അല്ലെങ്കിൽ നമ്പർ 2 പെൻസിൽ എന്ന് പറയും. HBയുടെ വലതുവശത്തായിട്ട് H പെൻസിലുകളാണ്. H, 2H, 3H. ഇവിടെ അതിൻ്റെ ഹാർഡ്നെസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ക്ലേയുടെ അംശമാണ് ഇവിടെ കൂടുതൽ. അതുകൊണ്ട് തന്നെ Hൻ്റെ നമ്പർ കൂടുന്നതനുസരിച്ച് പെൻസിൽ വളരെ ലൈറ്റായിട്ട് മാത്രമേ പറ്റുകയുള്ളൂ. H എന്നുള്ള പെൻസിലിനേക്കാളും വളരെ ലൈറ്റായിട്ട് മാത്രമേ 9H പറ്റുകയുള്ളൂ. ഇത്തരം പെൻസിലുകൾ സാധാരണ ഉപയോഗിക്കാറ് ജോമെട്രിക്കൽ അല്ലെങ്കിൽ ടെക്നിക്കൽ ഡ്രോയിങ്ങിൻ്റെ ആവശ്യത്തിനാണ്. അതുപോലെ HBയുടെ ഇടതുവശത്തായിട്ടുള്ള പെൻസിലുകളാണ് B പെൻസിലുകൾ. B പെൻസിലുകൾ എന്ന് പറയുന്നത് ഇവിടെ ഗ്രാഫൈറ്റിൻ്റെ അനുപാതമാണ് കൂടുതൽ. അതുകൊണ്ട് തന്നെ ഇവിടെ ഗ്രാഫൈറ്റ് വളരെ കൂടുതൽ റിലീസാവുകയും വളരെ ഡാർക്കായിട്ട് പെൻസിൽ പറ്റുകയും ചെയ്യുന്നു. B പെൻസിലിനേക്കാളും വളരെ ഡാർക്കായിട്ട് 9B എന്നുള്ള പെൻസിൽ പറ്റാൻ കാരണം ഇവിടെ ഗ്രാഫൈറ്റ് കൂടുതൽ റിലീസ് ആവുന്നതുകൊണ്ടാണ്. ഇത്തരം പെൻസിലുകളാണ് അല്ലെങ്കിൽ B പെൻസിലുകളാണ് ഏറ്റവും കൂടുതൽ വരയ്ക്കാനും അല്ലെങ്കിൽ ഷെയ്ഡിങ്ങിനും കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള പെൻസിലുകൾ എന്ന് പറയുന്നത്. ഇവിടെ റൈറ്റിങ്ങിന് ഏറ്റവും കൂടുതൽ നല്ല പെൻസിലുകൾ HB പെൻസിലുകളാണ്. ജോമെട്രിക്കൽ അല്ലെങ്കിൽ ടെക്നിക്കൽ ഡ്രോയിങ്ങിന് H പെൻസിലുകളാണ് കൂടുതൽ നല്ലത്. ആർട്ടിസ്റ്റുകൾക്ക് വരയ്ക്കാനും ഷെയ്ഡിങ്ങിനും കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള പെൻസിലുകൾ എന്ന് പറയുന്നത് B പെൻസിലുകളാണ്. H പെൻസിലുകൾ ഷെയ്ഡിങ്ങിനെ ഉപയോഗിക്കുകയാണെങ്കിൽ പേപ്പറിൻ്റെ റഫ്നെസ് കൂടി അല്ലെങ്കിൽ ടെക്സ്ചർ കൂടിയ പേപ്പറിൽ ഷെയ്ഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഗ്യാപ്പൊക്കെ നന്നായിട്ട് ഫില്ല് ചെയ്യാൻ പറ്റും. ഇത്തരം ടെക്സ്ചർ കൂടിയ പേപ്പറുകളിൽ B പെൻസിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ അതിൻ്റെ ടെക്സ്ചർ അതുപോലെ കാണും എന്നുള്ളതാണ് വ്യത്യാസം. ഷെയ്ഡിങ്ങിന് ഒരു ഫുൾ റേഞ്ച് വാല്യൂവിൽ വ്യത്യസ്ത ടോണുകളിലും ഗ്രേഡുകളിലും നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ H പെൻസിലുകളും B പെൻസിലുകളും കമ്പൈൻ ചെയ്ത് ഉപയോഗിച്ച് ഷെയ്ഡ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് കൂടുതൽ നല്ലത്. H പെൻസിലുകൾ ഉപയോഗിച്ചിട്ട് ഷെയ്ഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ ലിമിറ്റഡ് റേഞ്ചിലുള്ള വാല്യൂസും ടോണുകളും മാത്രമേ ഷെയ്ഡിങ്ങിന് കിട്ടുകയുള്ളൂ എന്നുള്ളതാണ്. അതുപോലെ അമിതമായി പ്രഷർ ഉപയോഗിച്ചാൽ പോലും ഡാർക്ക്നെസ്സിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. അതേസമയം ഒരു 4B പെൻസിൽ ഉപയോഗിച്ചിട്ട് ചെറിയ പ്രഷർ ഉപയോഗിച്ചാൽ തന്നെ വ്യത്യസ്ത ടോണുകളും വാല്യൂസും ഷെയ്ഡിങ്ങിൽ കിട്ടുമെന്നുള്ളതാണ്. ഇവിടെ ചെറിയ പ്രഷർ മാത്രമേ സോഫ്റ്റ് പെൻസിലുകൾക്ക് ഉപയോഗിക്കുള്ളൂ. H പെൻസിൽ ഉപയോഗിച്ചിട്ട് സ്കെച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ടെക്സ്ചർ കൂടിയ പേപ്പറിൽ അമിതമായി പ്രഷർ ഉപയോഗിച്ചിട്ട് H പെൻസിൽ ഉപയോഗിച്ചിട്ട് സ്കെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഗ്രൂവ് സൃഷ്ടിക്കപ്പെടുകയും പിന്നീട് B പെൻസിൽ ഉപയോഗിച്ചിട്ട് ഷെയ്ഡ് ചെയ്യുമ്പോൾ അത്തരം ഏരിയ, അത്തരം ലൈനുകൾ ഫില്ല് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ H പെൻസിലുകൾ അമിതമായി പ്രഷർ ഉപയോഗിച്ചിട്ട് സ്കെച്ച് ചെയ്യാൻ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പോയിന്റ്.
ഗ്രാഫൈറ്റ് പെൻസിലുകൾ ഉപയോഗിച്ചിട്ട് ഷെയ്ഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രധാന കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് ഷെയ്ഡിങ്ങിനുണ്ടാകുന്ന അമിതമായിട്ടുള്ള തിളക്കമാണ്. ഇത്തരത്തിലുള്ള ഒരു തിളക്കത്തിന് കാരണം ഗ്രാഫൈറ്റ് എന്നുള്ള ഒരു വസ്തു തിളക്കം കൂടിയൊരു വസ്തുവാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം തിളക്കം ഒഴിവാക്കാനുള്ള ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് ഷെയ്ഡ് ചെയ്യുമ്പോൾ വ്യത്യസ്ത ഡാർക്ക്നെസ്സിനും ടോണുകൾക്കും അനുസരിച്ച് വ്യത്യസ്ത ഗ്രേഡിലുള്ള പെൻസിലുകൾ ഉപയോഗിച്ച് ഈക്വൽ പ്രഷർ ഉപയോഗിച്ചിട്ട് ലെയർ സ്റ്റൈൽ ചെയ്യുക എന്നുള്ളതാണ്. HB, B, 2B, 4B എന്നുള്ള വ്യത്യസ്ത ഗ്രേഡുകൾ ഷെയ്ഡിങ്ങിൻ്റെ വ്യത്യസ്ത ഡാർക്ക്നെസ്സിന് അനുസരിച്ച് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യമാണ് 2B പെൻസിൽ ഉപയോഗിച്ചിട്ട് ഷെയ്ഡ് ചെയ്യുകയാണെങ്കിൽ അമിതമായി പ്രഷർ ഉപയോഗിച്ചിട്ട് കൂടുതൽ ഡാർക്ക്നെസ്സിന് വേണ്ടി ഷെയ്ഡ് ചെയ്യുമ്പോൾ പേപ്പറിൻ്റെ ടെക്സ്ചർ അല്ലെങ്കിൽ അതിൻ്റെ റഫ്നെസ് വളരെ ഫ്ലാറ്റിനാവുകയും പേപ്പർ വളരെ സ്മൂത്തായി മാറി കൂടുതൽ തിളക്കമുള്ളതായി മാറുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഷെയ്ഡിങ്ങിൻ്റെ ഡാർക്ക്നെസ്സിന് അനുസരിച്ച് വ്യത്യസ്ത ഗ്രേഡിലുള്ള പെൻസിലുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു പരിധിവരെ ഷെയ്ഡിങ്ങിൻ്റെ തിളക്കം കുറക്കാൻ പറ്റും. ഏത് തരം പെൻസിലുകളാണ് ഷെയ്ഡിങ്ങിനും ഡ്രോയിങ്ങിനും ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് പല ഘടകങ്ങളെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. അതൊരു പ്രധാന ഘടകം എന്ന് പറയുന്നത് ആർട്ടിസ്റ്റ് ഉപയോഗിക്കുന്ന പ്രഷർ. ആർട്ടിസ്റ്റ് പെൻസിൽ ഉപയോഗിച്ചിട്ട് വരയ്ക്കുമ്പോഴും ഷെയ്ഡ് ചെയ്യുമ്പോഴും അപ്ലൈ ചെയ്യുന്ന പ്രഷർ വളരെ വ്യത്യാസപ്പെട്ടിരിക്കും. അതുകൊണ്ട് തന്നെ നന്നായിട്ട് പ്രഷർ ഉപയോഗിച്ചിട്ട് വരയ്ക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ 2B അല്ലെങ്കിൽ 4B പെൻസിൽ തന്നെ ധാരാളമാണ്. അതേസമയം ലൈറ്റ് പ്രഷർ അപ്ലൈ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ 6B അല്ലെങ്കിൽ 8B ഒക്കെ വളരെ കംഫർട്ടായിട്ടുള്ള പെൻസിലായിരിക്കും. അതുപോലെ മറ്റൊരു കാര്യമാണ് പേപ്പറിൻ്റെ ടെക്സ്ചർ എന്നുള്ളത്. ഓരോ പേപ്പറുകൾക്കും വ്യത്യസ്ത ടെക്സ്ചറുകളായിരിക്കും. ടെക്സ്ചർ കൂടിയ അല്ലെങ്കിൽ റഫ്നെസ് കൂടിയ പേപ്പറുകളിൽ സോഫ്റ്റ് പെൻസിലുകൾ അല്ലെങ്കിൽ B പെൻസിലുകൾ ഉപയോഗിച്ച് വരക്കുന്നതാണ് കൂടുതൽ ബെറ്ററായിട്ട് കാണുന്നത്. അതേസമയം റഫ്നെസ് കുറഞ്ഞ പേപ്പർ ആണെങ്കിൽ H പെൻസിലുകൾ ഉപയോഗിക്കുന്നതാണ് കൂടുതൽ നല്ലത്. ആർട്ട് ബിഗിനേഴ്സ് ആണെങ്കിൽ വ്യത്യസ്ത ഗ്രേഡിലുള്ളതും വ്യത്യസ്ത ബ്രാൻഡിലുള്ളതുമായിട്ടുള്ള പെൻസിലുകൾ തുടക്കത്തിൽ തന്നെ എക്സ്പെരിമെൻറ്റ് ചെയ്യുക. അങ്ങനെ ദീർഘകാലത്തിലുള്ള എക്സ്പീരിയൻസിൽ കൂടി മാത്രമേ ഒരു ആർട്ടിസ്റ്റിൻ്റെ സ്റ്റൈൽ ഓഫ് അപ്രോച്ചിനനുസരിച്ചുള്ള വ്യത്യസ്ത ഗ്രേഡിലുള്ള പെൻസിലുകൾ സെലക്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. പെൻസിലുകൾ ഷെയ്ഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ടോണുകൾക്ക് ഒരു യൂണിവേഴ്സൽ ടോൺ ഇല്ല എന്നുള്ളതാണ്. 2B പെൻസിലാണെങ്കിൽ വ്യത്യസ്ത ബ്രാൻഡുകൾക്ക് വ്യത്യസ്ത ടോണുകളാണ് സാധാരണ കാണാറ്. വ്യത്യസ്ത ബ്രാൻഡുകളിലുള്ള പെൻസിലുകൾ എക്സ്പെരിമെൻറ്റ് ചെയ്തപ്പോൾ സ്കെച്ചിങ്ങിനും ഷെയ്ഡിങ്ങിനും എനിക്ക് കൂടുതൽ കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ളത് ആർട്ട് ലൈൻ്റെ പെൻസിലുകളാണ്. അതുകൊണ്ട് തന്നെ ആർട്ട് വിദ്യാർത്ഥികളോട് സജസ്റ്റ് ചെയ്യാറ് ആർട്ട് ലൈൻ പെൻസിലാണ്. ഇത്രയും കാര്യങ്ങളാണ് ഷെയ്ഡിങ്ങിൻ്റെ അടിസ്ഥാന ടൂളായിട്ടുള്ള ഗ്രാഫൈറ്റ് പെൻസിലുകളെ കുറിച്ച് പറയാനുള്ളത്. അടുത്ത ക്ലാസ് മുതൽ ഷെയ്ഡിങ് സ്റ്റാർട്ട് ചെയ്യും. താങ്ക്സ് ഫോർ വാച്ചിങ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ സ്വിച്ച് ഓൺ ചെയ്യുക. See you again with another video. Bye for now.